ഫോർമുല 1 എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഈ റേസും അതിലെ വിജയങ്ങളുമൊക്കെയല്ലേ. പക്ഷേ വെള്ളിയാഴ്ച തുടങ്ങുന്ന ഒരു ഫോർമുല 1 വീക്കെൻഡിൽ എന്തൊക്കെ നടക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? സൺഡേ നടക്കുന്ന റേസ് മാത്രമല്ല, അതിനു മുമ്പ് നടക്കുന്ന ക്വാളിഫയിങ്ങും അതിനു മുമ്പ് നടക്കുന്ന പ്രാക്ടീസ് സെഷനുകളും ഒരുപോലെ നിർണായകമാണ്. എങ്ങനെയെന്നല്ലേ നോക്കാം. ഫ്രൈഡേ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 2 പ്രാക്ടീസ് സെഷനുകൾ ഉണ്ടാകും. അതിലവരുടെ കാറുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കും, ട്രാക്കിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നോക്കും, ടയറുകൾ പരീക്ഷിച്ച് നോക്കും. സൺഡേ നടക്കുന്ന റേസിനുള്ള ഉചിതമായ രീതിയിൽ കാറുകൾ റെഡിയാക്കിയെടുക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്ത് പഠിക്കുന്നത് പോലെ ഒരു തയ്യാറെടുപ്പ്. സാറ്റർഡേ 1 മണിക്കൂർ നീണ്ട അവസാന പ്രാക്ടീസ് സെഷനിൽ എല്ലാ മിനുക്കുപണികളും നടത്തും. പിന്നീട് അവർ നേരിടേണ്ടത് ക്വാളിഫയിങ്ങിനെയാണ്. ഒറ്റ ലാപ്പ് കൊണ്ട് തങ്ങളുടെ സ്പീഡ് തെളിയിച്ച് പോൾ പൊസിഷൻ നേടാം. Q1, Q2, Q3 എന്ന 3 സെഷനുകളിലായി നടത്തുന്ന ക്വാളിഫയിങ്ങിൽ ഓരോ സെഷനിലും ഫാസ്റ്റസ്റ്റ് ലാപ്പ് സെറ്റ് ചെയ്യുക എന്നതാണ് ദൗത്യം. Q3യിൽ ഒന്നാമതെത്തുന്നയാൾ പോൾ പൊസിഷൻ അഥവാ സൺഡേ നടക്കുന്ന റേസിൽ ഒന്നാമതായി തുടങ്ങും. പക്ഷേ സ്പ്രിന്റ് റേസ് വീക്കെൻഡിൽ വ്യത്യാസങ്ങളുണ്ട്. ആകെ ഒരു പ്രാക്ടീസ് സെഷൻ മാത്രമേ ഉണ്ടാകൂ. 2 ക്വാളിഫയിങ് സെഷനുകൾ ഉണ്ടാകും, ഒന്ന് സ്പ്രിന്റ് റേസിനും ഒന്ന് മെയിൻ റേസിനും. വെള്ളിയാഴ്ച ഒരു പ്രാക്ടീസ് സെഷനും സ്പ്രിന്റ് ക്വാളിഫയിങ്ങും, ശനിയാഴ്ച റേസ് ക്വാളിഫയിങ്ങും സ്പ്രിന്റ് റേസും. അങ്ങനെയാണ് ഷെഡ്യൂൾ. ഈ ആഴ്ച നടക്കുന്ന US ഗ്രാൻഡ് പ്രീ ഒരു സ്പ്രിന്റ് റേസ് വീക്കെൻഡാണ്. ഇനി സൺഡേ ദ റൂൾ സിമ്പിൾ. ആദ്യം എത്തുക. ആരാണോ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒന്നാമതെത്തുന്നത് അയാൾ വിജയിക്കും. നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മാൻഡേറ്ററി പിറ്റ് സ്റ്റോപ്പ് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ 2 ടയർ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കണം. അങ്ങനെയാണ് ഒരു F1 വീക്കെൻഡ് മുന്നോട്ട് പോകുക.